ആകാശവാണി വാർത്താ വീക്ഷണം. പാശ്ചാത്യ ശക്തികൾക്കെതിരെ വ്ളാദിമിർ പുടിന്റെ ഉത്തരകൊറിയൻ തന്ത്രം. തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം ഗോപകുമാർ. തിന്മയുടെ അച്ചുതണ്ട്. റഷ്യ ഉത്തരകൊറിയ ബാന്ധവത്തെ US വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: തത്വദീക്ഷകളൊന്നുമില്ലാതെ സൈനിക ആവശ്യത്തിനായുണ്ടാക്കിയ സൗഹൃദം കൊണ്ട് ലോകത്തിന് അപകടമേ വരൂ എന്നാണ് US-ന്റെ മുന്നറിയിപ്പ്. US-ന്റെ വാദം ഏറെക്കുറെ ശരിവെച്ചുകൊണ്ടാണ് അടുത്തിടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായ നീക്കങ്ങൾ. അതിലേറ്റവും ഒടുവിലത്തെ പുരോഗതി റഷ്യയ്ക്കായി ഉത്തരകൊറിയൻ സൈനികർ യുക്രൈൻ യുദ്ധഭൂമിയിൽ പോരാടാനിറങ്ങി എന്ന വാർത്തയാണ്. റഷ്യയ്ക്കായി വിദേശ സൈനികർ യുദ്ധഭൂമിയിലെത്തി എന്നുള്ളത് US-ന്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും വെളിപ്പെടുത്തലുകളാണ്. റഷ്യയും ഉത്തരകൊറിയയും അത് നിഷേധിച്ചിട്ടുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറിയും നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറലും ഔദ്യോഗികമായി തന്നെ സമ്മതിച്ചതിനാൽ വാർത്തയെ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. 15,000-ലേറെ ഉത്തരകൊറിയൻ സൈനികർ ഇതിനകം എത്തിയിട്ടുണ്ടെന്നാണ് നിഗമനം. ഇതോടെ റഷ്യ യുക്രൈൻ യുദ്ധം 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആക്രമണത്തിന്റെ സ്വഭാവവും രീതികളും മാറുമെന്ന് ഉറപ്പ്. ഭാവിയിൽ നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഉത്തരകൊറിയയുടെ നടപടി മൂലം സംഘർഷത്തിന് ഉടനെയൊന്നും അയവ് വരില്ലെന്നും നിരീക്ഷകർ പറയുന്നു. അധികാരത്തിലെത്തിയാൽ 24 മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ഔദ്യോഗികമായി അധികാരമേറ്റെടുക്കാൻ ഇനിയും 2 മാസമുണ്ടെന്നിരിക്കെ ഉത്തരകൊറിയയുടെ ഇടപെടലിനോട് ട്രംപിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന ആകാംക്ഷ ലോകത്തിനുണ്ട്. യുക്രൈൻ യുദ്ധമുഖത്തെ ഉത്തരകൊറിയൻ സ്പെഷ്യൽ ഫോഴ്സിന്റെ സാന്നിധ്യം യുദ്ധഗതിയെ മാത്രമല്ല ഒട്ടേറെ രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങളെയും ബാധിച്ചേക്കാം. വ്ളാദിമിർ പുടിൻ ഒരുക്കിയ ഉത്തരകൊറിയൻ തന്ത്രത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയും നാറ്റോ സഖ്യവും. അടുത്തിടെ വ്ളാദിമിർ പുടിനും റഷ്യയ്ക്കും തലവേദനയുണ്ടാക്കിയതാണ് കുർസ്കിലേക്കുള്ള യുക്രൈൻ കടന്നുകയറ്റം. യുക്രൈൻ കടന്നുകയറിയ കുർസ്ക് മേഖല തിരിച്ചുപിടിക്കുക എന്ന ദൗത്യമാണ് പുടിൻ ഉത്തരകൊറിയൻ സൈനികർക്ക് നൽകിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യുദ്ധം 2.5 വർഷം പിന്നിടുമ്പോഴേക്കും യുക്രൈന്റെ 23% ഭൂമിയും പിടിച്ചെടുക്കാൻ റഷ്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാനമായും കീഴടക്കിയത് കിഴക്കൻ ഡോൺബാസ് മേഖലയാണ്. സ്വന്തം ഭൂമി നഷ്ടപ്പെടുമ്പോൾ റഷ്യൻ മണ്ണിൽ 1 കിലോമീറ്റർ പോലും ആധിപത്യമുറപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന അവസ്ഥ യുക്രൈൻ സൈന്യത്തിനുണ്ടായിരുന്നു. എന്നാൽ റഷ്യയെ ഞെട്ടിച്ചുകൊണ്ട് യുക്രൈൻ സൈന്യം റഷ്യയുടെ കുർസ്ക് പ്രദേശം കടന്നുകയറി ആധിപത്യം ഉറപ്പിച്ചു. 2-ാം ലോക യുദ്ധത്തിൽ ജർമ്മനിയുടെ മുന്നേറ്റത്തെ തടഞ്ഞത് 1943-ൽ നടന്ന ബാറ്റിൽ ഓഫ് കുർസ്ക് ആണ്. 2024 ഓഗസ്റ്റ് 6-ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി തുടക്കമിട്ട ബാറ്റിൽ ഓഫ് കുർസ്ക് എന്ന വിക്ടറി പ്ലാനിന് പിന്നിലും റഷ്യൻ സൈന്യത്തിന്റെ മുന്നേറ്റം തടയുക എന്നതായിരുന്നു. തന്ത്രപ്രധാനമായ ഈ മേഖലയിൽ 25 കിലോമീറ്ററോളം യുക്രൈൻ സൈന്യം കടന്നുകയറി സൈനിക പോസ്റ്റ് സ്ഥാപിച്ചത് റഷ്യയുടെ സൈനിക ശക്തിയെ ചോദ്യം ചെയ്യുന്ന നീക്കമായിരുന്നു. കുർസ്ക് പിടിച്ചെടുക്കാൻ പരിചയസമ്പന്നരായ 30,000-ലേറെ സൈനികരെയും ഹൈമാർസ് മിസൈലുകളും നാറ്റോ സഖ്യം നൽകിയ ആധുനിക ടാങ്കുകളുമായാണ് യുക്രൈൻ സൈന്യം പടനീക്കം നടത്തിയത്. കുർസ്ക് ആണവ നിലയം പിടിച്ചെടുത്ത് വ്ളാദിമിർ പുടിനുമായി സമാധാന ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയായിരുന്നു സെലൻസ്കിയും സൈനിക നേതൃത്വവും വിക്ടറി പ്ലാനിലൂടെ ലക്ഷ്യമിട്ടത്. മാത്രവുമല്ല, കിഴക്കൻ മേഖല പിടിച്ചെടുത്ത് മുന്നേറുന്ന റഷ്യൻ സൈന്യത്തെ കുർസ്കിലെത്തിച്ച് അവിടെ തളച്ചിടാനുള്ള തന്ത്രവും ബാറ്റിൽ ഓഫ് കുർസ്കിലൂടെ സെലൻസ്കി ലക്ഷ്യമിട്ടിരുന്നു. ഈ അവസരത്തിലാണ് വ്ളാദിമിർ പുടിന്റെ മറുതന്ത്രം പ്രയോഗം യുക്രൈന് കനത്ത പ്രഹരമായത്. ഉത്തരകൊറിയൻ സൈനികർ തീർത്ത പ്രതിരോധത്തിൽ യുക്രൈന്റെ വിക്ടറി പ്ലാൻ പരാജയപ്പെട്ടു. റഷ്യയിലേക്ക് കടന്നുകയറി 1200 ചതുരശ്ര കിലോമീറ്റർ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് യുക്രൈന്റെ ധീരമായ നടപടി എന്ന് പുകഴ്ത്തിയവർ തന്നെ അവരുടെ പാളിപ്പോയ തന്ത്രത്തെ ഇപ്പോൾ തള്ളിപ്പറയുന്നുണ്ട്. ഉത്തരകൊറിയൻ സൈന്യത്തോടൊപ്പം റഷ്യൻ അതിർത്തി സേനയും നാവിക കമാൻഡോസും തീർത്ത പ്രതിരോധത്തിൽ കുടുങ്ങിപ്പോയ അവസ്ഥയിലാണ് യുക്രൈൻ സൈന്യം. മഞ്ഞുകാലത്തെ പോരാട്ടം ദുഷ്കരമായിരിക്കുമെന്ന് അറിയാവുന്ന യുക്രൈൻ സൈന്യം വിലപേശലിനൊന്നും നിൽക്കാതെ പിൻവാങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം യുക്രൈന്റെ തന്ത്രം തിരിച്ചറിഞ്ഞ റഷ്യ കിഴക്കൻ ഡോൺബാസ് മേഖലയിൽ കനത്ത പോരാട്ടത്തിലൂടെ മുന്നേറുകയാണ്. ഇവിടെ യുക്രൈന്റെ പ്രതിരോധം തീർത്തും ദുർബലമാണ്.
പരിചയസമ്പന്നരായ സൈനികരെ കുർസ്കിലേക്ക് എത്തിച്ചത് തിരിച്ചടിയായിപ്പോയെന്ന് യുക്രൈൻ സൈനിക നേതൃത്വം തിരിച്ചറിയുന്നു. ഉത്തര കൊറിയ അമിതമായി റഷ്യയോട് അടുക്കുന്നതിൽ ചൈനയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. മിസൈൽ പരീക്ഷണത്തിന്റെ പേരിൽ ഐക്യരാഷ്ട്രസഭയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഉപരോധങ്ങൾ കാരണം ഒറ്റപ്പെട്ടുപോയ ഉത്തര കൊറിയയ്ക്ക് ഭക്ഷണസാധനങ്ങൾ ഉൾപ്പെടെ സഹായങ്ങൾ നൽകി പിന്തുണച്ചിരുന്നത് ചൈനയായിരുന്നു. ഉത്തര കൊറിയയുടെ കയറ്റുമതി ഇറക്കുമതി വ്യാപാരത്തിൽ 90% ചൈനയിലൂടെയാണ്. 1400 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഉത്തര കൊറിയയ്ക്കുമേൽ വിധേയത്വം സ്ഥാപിച്ച് കൂടെ നിർത്താനാണ് ചൈന എപ്പോഴും ആഗ്രഹിക്കുന്നത്. ആപത്ത് ഘട്ടങ്ങളിലെല്ലാം കൂടെ നിന്ന് സഹായിച്ചവർ പുതിയ മേച്ചിൽപ്പുറം അന്വേഷിച്ചു പോകുന്നതിനെ ചൈന അംഗീകരിക്കുന്നില്ല. മാത്രവുമല്ല, റഷ്യയുമായി പരിധികളില്ലാത്ത സഹകരണ കരാറിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഒപ്പുവച്ച് അധിക മാസങ്ങളാവുന്നതിന് മുമ്പാണ് ഉത്തര കൊറിയൻ സൈന്യം റഷ്യയ്ക്കു വേണ്ടിയെത്തിയത്. അതുകൊണ്ടുതന്നെ ചൈനയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന ആകാംക്ഷയും ശക്തമാണ്. റഷ്യയുമായുള്ള യുദ്ധത്തിലേക്ക് യുക്രൈനെ തള്ളിവിട്ട് ലോക സൈനിക ശക്തിയാകാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്കും റഷ്യയോടൊപ്പം നിന്ന് പാശ്ചാത്യ ലോകത്തെ വെല്ലുവിളിക്കുന്ന ചൈനയ്ക്കും പിന്നാലെ മൂന്നാം ശക്തിയായാണ് ഉത്തര കൊറിയ കടന്നുവരുന്നത്. ഇതുവഴി കൂട്ടുകെട്ടുകളിൽ മാറ്റിമറിച്ചിലുകൾ ഉണ്ടാകാം എന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറെക്കുറെ ഒറ്റയാനാണ് ഉത്തര കൊറിയ. കുറച്ചു രാജ്യങ്ങളുമായേ നയതന്ത്രമുള്ളൂ. കൊറിയൻ മുൻപിൽ സൈനിക ശക്തിയുടെ കരുത്ത് കാട്ടി ഉത്തര കൊറിയയെ വെല്ലുവിളിക്കുന്ന യുഎസും ജപ്പാനുമായി അവർക്ക് നയതന്ത്ര ബന്ധമില്ല. ദക്ഷിണ കൊറിയയുമായുള്ള അതിർത്തിപാതകളെല്ലാം തകർത്ത് അവരെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ശത്രുരാജ്യമായും അടുത്തിടെ ഉത്തര കൊറിയ പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലും അംഗമാണെങ്കിലും നിരോധനവും ഉപരോധവും കൊണ്ട് എല്ലാവരാലും ഒറ്റപ്പെടലാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ഉത്തര കൊറിയൻ തലസ്ഥാനമായ യോങ്യങ് സന്ദർശിച്ച് വ്ളാദിമിർ പുടിൻ കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഉടമ്പടിയിൽ ഒപ്പുവച്ചിരുന്നു. UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 51 പിൻബലത്തോടെ തയ്യാറാക്കിയ ഈ ഉടമ്പടി പ്രകാരം റഷ്യയ്ക്കോ ഉത്തര കൊറിയയ്ക്കോ നേരെ ആക്രമണം ഉണ്ടായാൽ ഒട്ടും താമസിക്കാതെ പരസ്പരം സൈനിക സഹായം ചെയ്യണമെന്നാണ്. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ മൗലിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ബില്ലിന് റഷ്യൻ പാർലമെന്റും അംഗീകാരം നൽകി. ഈ ഉടമ്പടിയുടെ പിൻബലത്തിൽ റഷ്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ ഉത്തര കൊറിയ പാടെ അവഗണിച്ചു. മാത്രവുമല്ല, യുദ്ധഭൂമിയിലേക്ക് വെടിയുണ്ടയടക്കം ആയുധങ്ങൾ എത്തിക്കുകയും ചെയ്തു. റഷ്യൻ സൈന്യം ഉത്തര കൊറിയയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് തന്നെ പലതവണ ആവർത്തിച്ചിരുന്നു. ഉപരോധങ്ങൾ അവഗണിച്ച് ഒരു വിദേശ സൈന്യത്തെ എത്തിക്കാൻ കഴിഞ്ഞത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര വിജയമാണ്. ആപത്ഘട്ടത്തിൽ ഒപ്പം നിൽക്കുകയും യുദ്ധരംഗത്തെത്തി പോരാടാൻ സൈനികരെ അയക്കുകയും ചെയ്ത കിം ജോങ് ഉന്നിനോടും ഉത്തര കൊറിയയോടും വ്ളാദിമിർ പുടിൻ എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്നത് മറ്റൊരു യാഥാർത്ഥ്യം. യുക്രൈൻ യുദ്ധരംഗത്ത് ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ സാന്നിധ്യം മേഖലയെ അപകടകരമായ അസ്ഥിരതയിലാക്കുമെന്നാണ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം. ഉത്തര കൊറിയയും റഷ്യയും യുദ്ധപങ്കാളികളാവുകയും റഷ്യയ്ക്കൊപ്പം പോരാടാൻ ഉത്തര കൊറിയ തീരുമാനിക്കുകയും ചെയ്താൽ അത് വളരെയേറെ ഗുരുതരമായ സ്ഥിതിയിലേക്ക് വഴിമാറുമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുറ്റെയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യയ്ക്കു വേണ്ടി സൈനികരെ യുദ്ധഭൂമിയിലേക്ക് അയക്കുന്നതിനു പിന്നിൽ ഉത്തര കൊറിയൻ പ്രസിഡന്റിന്റെ ലക്ഷ്യങ്ങളിലൊന്ന് സാമ്പത്തിക ലാഭം തന്നെ. റഷ്യയിൽ നിന്ന് തന്ത്രപരമായ ആണവായുധങ്ങളും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യയും നേടിയെടുക്കുക എന്നതും ഉത്തര കൊറിയയുടെ ലക്ഷ്യമാണ്. യുക്രൈൻ സൈന്യത്തെ യുഎസും നാറ്റോ സഖ്യകക്ഷികളും സഹായിക്കുന്നതുപോലെ റഷ്യയ്ക്കും അതിനുള്ള അവകാശമുണ്ടെന്നാണ് വ്ളാദിമിർ പുടിന്റെ വാദം. യൂറോപ്യൻ യൂണിയനുമായി ഒപ്പിട്ട കരാറിന്റെ അടിസ്ഥാനത്തിൽ അനവധി സൈനികർ യുക്രൈനു വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ടെന്നും പുടിൻ പറയുന്നു. യുദ്ധഭൂമിയിൽ ഉത്തര കൊറിയൻ സൈനികരുടെ സാന്നിധ്യം അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടാകുമെന്ന് വ്യക്തമായി അറിയാവുന്ന വ്ളാദിമിർ പുടിൻ യുക്രൈൻ പിടിച്ചെടുത്ത കുർസ്കിൽ വിന്യസിച്ച് പാശ്ചാത്യ ശക്തികളെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി എത്രനാൾ സഹിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഇനിയുള്ള ഭാവി. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. പാശ്ചാത്യ ശക്തികൾക്കെതിരെ വ്ളാദിമിർ പുടിന്റെ ഉത്തര കൊറിയൻ തന്ത്രം.